Good morning, girls. Next, we can see what is separation. Separation എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എംപ്ലോയി സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ടെർമിനേറ്റിംഗ് ദ സർവീസസ് ഓഫ് എംപ്ലോയീസ് വിത്ത് എൻ ഓർഗനൈസേഷൻ. അതായത് എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, അവരുടെ സർവീസസ് ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സെപ്പറേഷനിൽ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ തരത്തിലാണ് സെപ്പറേഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ when the service arrangement of an employee with the organization comes to an end and employee leaves the organization. മനസ്സിലായല്ലോ. So it is a decision that individual and organization part from each other. അപ്പം പെർമനൻറ്റ് സെപ്പറേഷൻ ഓഫ് എംപ്ലോയീസ് ഫ്രം ആൻ ഓർഗനൈസേഷൻ റിക്വയേഴ്സ് ഡിസ്ക്രീഷൻ, സിമ്പതി ആൻഡ് ഗ്രേറ്റ് ഡീൽ ഓഫ് പ്ലാനിങ് എന്നാണ് പറയുന്നത്. അതായത് റിട്ടയർമെൻറ്റിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കര സങ്കടമാണല്ലോ എല്ലാവർക്കും പോകുമ്പോൾ. അത് ഒരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. ഇനി ചില സമയത്ത് എംപ്ലോയി മേ ബി സെപ്പറേറ്റഡ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ഡെസിഗ്നേഷൻ, റിമൂവൽ, ഡെത്ത്, പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി, ഡിസ്ചാർജ് ഓർ റിട്ടയർമെൻറ്റ്. അതേപോലെ തന്നെ വേണമെങ്കിൽ ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ വേറൊരു ചാൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്യൂ ടു ടെർമിനേഷൻ ഓഫ് എൻ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് ഓർ ആസ് പാർട്ട് ഓഫ് ഡൗൺ സൈസിങ് ദ വർക്ക് ഫോഴ്സ് എക്സെട്ര. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ വേറെ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് സെപ്പറേഷൻ ഓഫ് എംപ്ലോയീസ് ഫ്രം ആൻ ഓർഗനൈസേഷൻ ഡ്യൂ ടു നമ്പർ ഓഫ് റീസൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വാട്ട് എവർ മേ ബി ദ ഫോംസ് ഓഫ് സെപ്പറേഷൻ, ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സംടൈംസ് എ ഷോക്കിംഗ് ഈവൻറ്റ് ഫോർ ബോത്ത് എംപ്ലോയി ആൻഡ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ യോർഡർ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. യോർഡറിൻ്റെ ഡെഫിനേഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ നെഗറ്റീവ് റിക്രൂട്ട്മെൻറ്റ്. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് റെസിഗ്നേഷൻ, ഡിസ്മിസൽ ഓർ ഡിസ്ചാർജ്, സസ്പെൻഷൻ, റീട്രെഞ്ച്മെൻറ്റ് ഓർ ലേ ഓഫ്. അപ്പോൾ ഒരു നെഗറ്റീവ് എന്താ പറയുക, റിക്രൂട്ട്മെൻറ്റാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്നും എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം എങ്ങനെയാവാം, വോളണ്ടറി സെപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ഇൻവോളണ്ടറി സെപ്പറേഷൻ ആവാം. അപ്പോൾ ഈ വോളണ്ടറി സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളണ്ടറി ആയിട്ട്, അതായത് റെസിഗ്നേഷൻ, വോളണ്ടറി റിട്ടയർമെൻ്റ് ഒക്കെ. അതായത് അവിടെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഒന്നുകിൽ ഏജായിട്ട് റിട്ടയർ ചെയ്ത് പോവുക, റിസൈൻ ചെയ്യുക. വോളണ്ടറി എന്ന് പറഞ്ഞാൽ അതാട്ടോ, റെസിഗ്നേഷനും വോളണ്ടറി റിട്ടയർമെൻറ്റും. അതായത് വോളണ്ടറി സെപ്പറേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി എംപ്ലോയീസ്. അവർ റിസൈൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അവരെന്താ VRS എടുത്ത് പോവുക. വോളണ്ടറി റിട്ടയർമെൻറ്റിന് കേട്ടിട്ടില്ലേ? അപ്പോൾ എംപ്ലോയീസ് ഡിസൈഡ്സ് ടു ക്വിറ്റ് ആൻ ഓർഗനൈസേഷൻ ഓൺ പേഴ്സണൽ ഗ്രൗണ്ട്സ്. ചിലപ്പം അത് ഡ്യൂ ടു പുവർ ഹെൽത്ത് ആയിരിക്കാം, സിക്നെസ്, ഇൻകൺവീനിയൻറ്റ് വർക്കിംഗ് അവേഴ്സ് ആയിട്ടായിരിക്കാം, ഡിഫിക്കൽട്ടി ഓഫ് ടാസ്ക് ഇൻവോൾവ്, പുവർ ലേബർ റെമ്യൂണറേഷൻ, അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ എംപ്ലോയീസ് ഡിസൈഡ്സ് ടു ക്വിറ്റ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി they may also leave an organization for professional reasons like seeing better career opportunities, long-term career development etc. എന്തായാലും വോളണ്ടറി സെപ്പറേഷനിൽ എന്താണെന്നാണ് പറയുന്നത്? എംപ്ലോയി സ്വന്തം ഇഷ്ടപ്രകാരം ലീവ് ചെയ്യണം ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് രണ്ട് രീതിയിലാണ് വരിക. ഒന്ന് റെസിഗ്നേഷൻ അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക എന്ന് പറയും. രണ്ടാമത്തതാണ് എന്ത്? വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്ന് പറയും. അപ്പം റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ? രാജിവെക്കുക എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളൊരു ഓർഗനൈസേഷനിൽ നിന്ന് രാജിവെച്ച് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റെസിഗ്നേഷൻ എന്ന് പറയാം. അപ്പോൾ എംപ്ലോയീസ് ലീവ് ഹിസ് ജോബ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിത്ത് ഹിസ് എംപ്ലോയർ ഡ്യൂ ടു അറ്റെയിൻ better opportunities or to get a better position at a better compensation package in a branded company, either in the same city or country or in a different city or different country. മനസ്സിലായല്ലോ. അപ്പോൾ രാജിവെക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നുകിൽ എന്താ പറയുക, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം അൺഫേവറബിൾ വർക്കിംഗ് കണ്ടീഷൻസ് ആയിട്ട് വേണ്ടാന്ന് വെച്ച് പോകുന്നവരുണ്ടാവും,
അല്ലെങ്കിൽ ഇൽ ഹെൽത്തായിട്ട് അസുഖം കാരണം നിർത്തിപ്പോകുന്നവരുണ്ടാവാം. ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ രാജിവെച്ച് പോകുന്നതിനെയാണ് നമ്മൾ റിസൈൻ ചെയ്യുന്നതിനെയാണ് റെസിഗ്നേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ദ റീസൺസ് ഫോർ എംപ്ലോയി റെസിഗ്നേഷൻസ് മസ്റ്റ് ബി അനലൈസ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് മസ്റ്റ് ബി ടേക്കൺ ബൈ ദി മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെസിഗ്നേഷൻ ഒരു എംപ്ലോയി റിസൈൻ ചെയ്യുന്ന സമയത്താണ് എക്സിറ്റ് ഇൻ്റർവ്യൂ നടത്തുക. ഇൻ്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എക്സിറ്റ് ഇൻ്റർവ്യൂ എന്താണെന്നുള്ള. അപ്പം ഇങ്ങനെ ഫോർ ദിസ് പർപ്പസ് ആൻ എക്സിറ്റ് ഇൻ്റർവ്യൂ മേ ബി കണ്ടക്റ്റഡ് ഓൺ എംപ്ലോയീസ് ലീവിങ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ഇൻവോളണ്ടറി വോളണ്ടറി ഓർ ഇൻവോളണ്ടറി. അപ്പോൾ വോളണ്ടറി റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ വെൻ എൻ എംപ്ലോയി ഹിംസെൽഫ് ഡിസൈഡ്സ് ടു റിസൈൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് ഇൽ ഹെൽത്ത്, മാരേജ്, ബെറ്റർ ജോബ് പ്രോസ്പെക്ട്സ് ഇൻ അതർ ഓർഗനൈസേഷൻസ് എക്സെട്ര. ഇനി എപ്പോഴാണ് റെസിഗ്നേഷൻ ഇൻവോളണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റെസിഗ്നേഷൻ കമ്പൽസറി ആക്കുന്നത് എപ്പോഴാണ്? വെൻ എംപ്ലോയർ ഡയറക്ട്സ് ദ എംപ്ലോയി ടു റിസൈൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഇൻഡിസിപ്ലിൻ ഓർ ഫേസ് ദ ഡിസിപ്ലിനറി ആക്ഷൻ. ചില സമയത്ത് പറയും രാജിവെച്ച് പോകാൻ പറയും എംപ്ലോയർ. അപ്പോൾ ഇൻ ദിസ് കേസ് ഇൻ കേസ് ഓഫ് ഇൻവോളണ്ടറി റെസിഗ്നേഷൻ എ ഡൊമസ്റ്റിക് എൻക്വയറി ഷുഡ് ബി കണ്ടക്റ്റഡ് ബിഫോർ ആസ്കിങ് ദി എംപ്ലോയീസ് ടു റിസൈൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ യൂണിയൻ ഇടപെടും. അപ്പോൾ എന്താണെന്നുള്ളത് ശരിക്കും വ്യക്തമായിട്ട് എന്താ പറയുക സെർച്ച് നടത്തണം. എംപ്ലോയിൻ്റെ ഭാഗത്തു നിന്ന് എന്താ ഉണ്ടായിട്ടുള്ളത്, പിരിച്ചുവിടുന്നത് എന്തിനാണെന്നുള്ളത് ശരിക്കും രാജിക്കത്ത് എന്തിനാണ് അവർ രാജിവെപ്പിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടേ ഉള്ളൂ പിരിച്ചുവിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താവുന്ന പറയുന്നത് ട്രേഡ് യൂണിയൻസിൻ്റെയൊക്കെ അവരെല്ലാം പ്രശ്നം ഉണ്ടാകും. അതായത് ഈ എംപ്ലോയി കോർട്ട് പോയാൽ പിന്നെ കമ്പനി കുടുങ്ങും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. വോളണ്ടറി സെപ്പറേഷനിൽ വരുന്നതാണ് റെസിഗ്നേഷനും വോളണ്ടറി റിട്ടയർമെൻറ്റ്സും. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇൻവോളണ്ടറി സെപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങളെ ടെക്സ്റ്റിൽ ടൈപ്സ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാനത് ഇങ്ങനെയാക്കി ഇങ്ങാണ്ട് ചെയ്തു തരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിക്കോളൂ, ടെക്സ്റ്റിലുള്ള പോലെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻവോളണ്ടറി സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇൻവോളണ്ടറി എന്ന് പറയുക? ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓർ മാനേജ്മെൻറ്റ്. എംപ്ലോയിക്ക് താല്പര്യം ഉണ്ടായിട്ട് സെപ്പറേറ്റ് ആയി പോകുമല്ല. ആര് ചെയ്യുന്നതാണ്? Involuntary separation is done at the interest of the organization or management. അതായത് employer or management decides to terminate the services of employees due to any reasons. അതായത് ചിലപ്പം അതെന്താവാം എക്കണോമിക് റീസൺസ് ലൈക്ക് fall in demand for the product, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ്, പവർ ഷോർട്ടേജ്, എക്കണോമിക് റിസഷൻ എക്സെട്ര. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് മൊത്തം ഒരുവിധം എംപ്ലോയീസിനെയൊക്കെ എക്സസ് ആയിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെ പിരിച്ചുവിടുക ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് സാലറി കൊടുക്കാനൊന്നും അതിന് മാത്രമുള്ള ഇതില്ല അവർക്ക്. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില എക്കണോമിക് കണ്ടീഷൻസൊക്കെ കാരണം, എക്കണോമിക് റിസഷനൊക്കെ കാരണം എന്താക്കാം എംപ്ലോയീസിനെ പിരിച്ചുവിടാം. അതേപോലെ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ലൈക്ക് റീസ്ട്രക്ചറിങ് ദ ഓർഗനൈസേഷൻ, റീപ്ലേസിങ് പേർലി സ്കിൽഡ് എംപ്ലോയീസ് വിത്ത് ബെറ്റർ ക്വാളിഫൈഡ് വൺസ്. അതായത് റീസൈസിങ് നടക്കുക. റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എക്സസ് എംപ്ലോയീസ് ഇപ്പം 10 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാനത്ത് ഒരൊറ്റ മെഷീൻ വെച്ചാൽ ആ മെഷീൻ ചെയ്തോളും എല്ലാം. ഇപ്പോൾ റോബോട്ടിക് യുഗം വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് അതെല്ലാം. അപ്പം ഈ ഒരു സമയത്ത് എന്താ വെച്ചാൽ 10 എംപ്ലോയീസ് ചെയ്യുന്ന ഒരു വർക്ക് ഒരൊറ്റ മെഷീൻ ചെയ്തോളൂ. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും? കട്ട് സൈസ് ചെയ്യും. അതായത് എംപ്ലോയീസിനെ കുറച്ച് കൊണ്ടുവരും. റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ റീസൈസിങ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ചില സമയത്ത് അങ്ങനെയാവാം ഇൻവോളണ്ടറി സെപ്പറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻവോളണ്ടറി സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിൽ ചെയ്യുന്ന എംപ്ലോയി സെപ്പറേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവോളണ്ടറി സെപ്പറേഷൻ. ഇനി ഇൻവോളണ്ടറി സെപ്പറേഷൻ ഏതൊക്കെ വിധത്തിലാവാം എന്നറിയോ? ഫസ്റ്റ് വൺ ഡിസ്ചാർജ് ഓർ ഡിസ്മിസൽ. ഡിസ്മിസൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ടെർമിനേഷൻ ഓഫ് ദ സർവീസസ് ഓഫ് എൻ എംപ്ലോയീസ് പെർമനൻ്റ്ലി ഫ്രം ദി ഓർഗനൈസേഷൻ. അതായത് ഡിസ്മിസൽ എന്ന് പറഞ്ഞിട്ട് എന്താ? ഡിസ്മിസ് ചെയ്ത ആളുകളെ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമിനേഷൻ ഓഫ് സർവീസസ് ഓഫ് എൻ എംപ്ലോയി ആസ് എ ഡിസിപ്ലിനറി മെഷർ. കണ്ടിട്ടില്ലേ നിങ്ങൾ അവരെ ഡിസ്മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്? അപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക
ഇൻഡിസിപ്ലിൻ അവരുടെ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അച്ചടക്ക നടപടീൻ്റെ ഭാഗമായിട്ട് എന്താക്കുക, എംപ്ലോയീസിനെ പിരിച്ചുവിടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്മിസൽ എന്ന് പറയാം. അപ്പോൾ ദിസ് മേ ഒക്കർ ഈതർ ഓൺ അക്കൗണ്ട് ഓഫ് അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓർ മിസ്കോണ്ടക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്മിസൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല റീസൺസ് ഉണ്ട് എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ നോൺ പെർഫോമൻസ് ആവാം, ഇൻഡിസിപ്ലിൻ ആവാം, അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റ് ഓഫ് എംപ്ലോയീസ്, അല്ലെങ്കിൽ ഇൻസബോർഡിനേഷൻ, തെഫ്റ്റ് എക്സെട്ര. എന്തെങ്കിലും എംപ്ലോയീസ് എന്തെങ്കിലും കട്ട് എന്നുള്ളതിൻ്റെ പേരിൽ അവരെ പിരിച്ചുവിടാം, അങ്ങനെ എന്ത് കാരണവും ആവാം. അപ്പം ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ടെർമിനേഷൻ ഓഫ് സർവീസസ് ഓഫ് എൻ എംപ്ലോയി പെർമനൻ്റ്ലി ഫ്രം ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി ഇത് സാധാരണ എന്തായിട്ട് ഇറ്റ് ഈസ് ഓഫൺ ഗിവൺ ആസ് പണിഷ്മെൻറ്റ് ഫോർ ഇൻഡിസിപ്ലിൻ ആഫ്റ്റർ ദ എംപ്ലോയീസ് വെർ ഗിവൺ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് അപ്പം പറഞ്ഞ റീസൺസ് ലീഡ് ടു ഡിസ്മിസൽ എന്ന് പറയുന്നത് എക്സസീവ് ആബ്സെൻറ്റീസം ആവാം, സീരിയസ് മിസ്കോണ്ടക്ട്, തെഫ്റ്റ് ഓഫ് ദി കമ്പനീസ് പ്രോപ്പർട്ടി, എസ്പിനോജി, അതായത് ആക്ട് ഓർ പ്രാക്ടീസിങ് ഓഫ് സ്പൈയിങ് കേട്ടോ, അതായത് എന്തെങ്കിലും അങ്ങനത്തെ ഇതുണ്ടാവില്ലേ, സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുക എംപ്ലോയീസ്, സബ്മിറ്റിംഗ് ദ ഫോൾസ് ക്വാളിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ദ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണത്താലൊക്കെയാണ് എന്ത് നടത്തുന്നത്, ഡിസ്മിസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻവോളണ്ടറി സെപ്പറേഷനിൽ വരുന്ന വേറൊരു മെത്തേഡാണ് ലേ ഓഫ് എന്ന് പറയും. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും അത് ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം എന്താക്കുക, നിർത്തി വെക്കുന്നതിനാണ് പറയുക ലേ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ടെമ്പററി റിമൂവൽ ഓഫ് എൻ എംപ്ലോയി ഫ്രം സർവീസസ് ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് കണ്ടിൻജൻസീസ്. അതായത് ചിലപ്പം ഓർഗനൈസേഷൻ ഫേസിങ്, അതായത് ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്, പവർ ഷോർട്ടേജ്, ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി എക്സെട്ര. ഈ കാരണത്താലൊക്കെ എന്താ പറയുക, ടെമ്പററി ആയിട്ട് എംപ്ലോയീസിനെ റിമൂവ് ചെയ്യാം. അതായത് ചിലപ്പം കണ്ടില്ലേ, ഒരു മാസത്തേക്ക് അടച്ചിടുക, അല്ലെങ്കിൽ 2 മാസത്തേക്ക് അടച്ചിടുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലേ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ദ എംപ്ലോയീസ് ലേ ഓഫ് ആർ കോൾഡ് back once the organization retains the normal course of operation. അതായത് ഈ ലേ ഓഫ് കൊടുത്തിരിക്കുന്ന എംപ്ലോയീസിനെ വീണ്ടും തിരിച്ചു വിളിക്കും എപ്പം, വൺസ് ദി ഓർഗനൈസേഷൻ റീറ്റെയിൻസ് ദ നോർമൽ കോഴ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പം ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ സബ്ജക്ട് ടു പ്രൊവിഷൻസ് ഇൻ ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആൻഡ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ദ എംപ്ലോയീസ് ലേഡ് ഓഫ് ആർ എൻറ്റൈറ്റിൽ ടു 50% ഓഫ് ബേസ് വേജസ് ആൻഡ് DA. ഇങ്ങനെ പ്രവർത്തനം നിർത്തിവെച്ച് ടെമ്പററി, അതായത് 1 മാസത്തേക്ക് 2 മാസത്തേക്കൊക്കെ എംപ്ലോയീസിന് എന്താ പറയുക വരണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ഇല്ലാണ്ടാവുകയാണല്ലോ. ആ സമയത്ത് അവർ കിട്ടുന്ന വേജസ് അല്ലെങ്കിൽ സാലറീൻ്റെ 50% അവർക്ക് കൊടുത്തോളണം എന്നുള്ളതാണ്. മനസ്സിലായില്ല, കമ്പനി അടച്ചു പൂട്ടിയാലും ശരി, അത് കമ്പനീൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. അതുകൊണ്ട് 50% വേജസ് ലേ ഓഫിൻ്റെ സമയത്ത് കൊടുത്തോളണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, it is denial of employment to the employees for reasons beyond the control of the employer. അതായത് ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി ആവാം, സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ് എക്സെട്ര. അപ്പോൾ ലേ ഓഫ് ഇസ് ടെമ്പററി സെപ്പറേഷൻ ഓഫ് എംപ്ലോയി അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി എംപ്ലോയർ. അപ്പോൾ ലേ ഓഫ് ഇസ് ദ ഫെയിലിയർ അല്ലെങ്കിൽ റിഫ്യൂസൽ ഓർ ഇനബിലിറ്റി ഓഫ് എൻ എംപ്ലോയർ ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു എൻ എംപ്ലോയി whose name is present on the rolls of the company but who has not been retrenched. അപ്പം എപ്പോഴും ഞാൻ പറഞ്ഞു ലേ ഓഫ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് മേ ബി ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ആവാം. ആഫ്റ്റർ ദ ഡെഫിനിറ്റ് പീരീഡ് എൻഡ്സ് എംപ്ലോയി വിൽ ബി റീകോൾഡ് ബൈ ദി എംപ്ലോയർ ഫോർ ഡ്യൂട്ടി. ഇനി ലേ ഓഫ് കുഡ് ബി ഡ്യൂ ടു എന്തൊക്കെയാണ് പറഞ്ഞത്, റോ മെറ്റീരിയൽ ഷോർട്ടേജ് ആവാം, എക്കണോമിക് റിസഷൻ, അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക്, ഓർ ഫോർ എനി അതർ റീസൺ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, എംപ്ലോയർ എന്ത് ചെയ്യണം, ടു പേ കോമ്പൻസേഷൻ ഫോർ ഓൾ ദ ഡേയ്സ് ദാറ്റ് എൻ എംപ്ലോയി ഹാസ് ബീൻ ലേഡ് ഓഫ്. അതായത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കണം എന്നാണ് പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി ഹാഫ് ഓഫ് ദി നോർമൽ വേജസ് ഓഫ് എംപ്ലോയി. മനസ്സിലായല്ലോ.
പിന്നെ ഇനി അറ്റ് ദ ടൈം ഓഫ് റീകോൾ, അതായത് ഈ ലേ ഓഫ് കഴിഞ്ഞ് കണ്ട എംപ്ലോയിനെ തിരിച്ചു വിളിക്കുമല്ലോ, അതായത് 2 മാസത്തേക്കാണ് പൂട്ടിയതെങ്കിൽ ആ 2 മാസം കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് പറയുന്നത്, എംപ്ലോയീസ് വിത്ത് ദ ലോങ്ങസ്റ്റ് പീരിയഡ് ഓഫ് സർവീസ് ആർ റീകോൾഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ എംപ്ലോയീസ് വിത്ത് ദ ഷോർട്ടസ്റ്റ് പീരിയഡ് ആർ റീകോൾഡ്. The management may seek to recall those employees whose skills are essential for resumption of production or services. ഇനി നമ്മൾ നോക്കാൻ പോണ ഇൻവോളണ്ടറി സെപ്പറേഷനിൽ അടുത്ത് വരുന്നതാണ് റീട്രെഞ്ച്മെൻറ്റ് എന്ന് പറയും. റീട്രെഞ്ച്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് റീട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ ടെർമിനേഷൻ ഓഫ് സർവീസസ് ഓഫ് എൻ എംപ്ലോയീസ് ഫോർ എക്കണോമിക് റീസൺസ്. അതായത് ഇവിടെ ഒബ്ജക്റ്റ് ഓഫ് റീട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ദ വർക്ക് ഫോഴ്സ്, അതായത് ടു റെഡ്യൂസ് ദ എംപ്ലോയി ഫോഴ്സ് to the size actually required for the organization. അതായത് കൂടുതലുള്ള എംപ്ലോയീസിനെയൊക്കെ എന്താക്കുക, ഒഴിവാക്കിയും കൊണ്ട് എത്രയാണോ കറക്റ്റ് എംപ്ലോയീസ് നീഡഡ് ഫോർ ദ ഓർഗനൈസേഷൻ അതിനനുസരിച്ചിട്ട് എന്താക്കുക, സൈസ് ചെയ്യുക വർക്ക് ഫോഴ്സിനെ. ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് കണ്ടിന്യൂസ് ലോസ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് റിവൈവൽ ഓഫ് ബിസിനസ് ഈസ് ഓൺലി എ റിമോട്ട് പോസിബിലിറ്റി. അതായത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെയാണ്, ആദ്യം തന്നെ 50 ആളുകളെയൊക്കെ വെച്ച് ചെയ്തൊരിതാണ്. പക്ഷേ കച്ചവടമൊന്നും ഇല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്താക്കും, എംപ്ലോയീസിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ റിട്രെഞ്ച്മെൻറ്റ് ഈസ് മെയ്ഡ് ആഫ്റ്റർ ലേ ഓഫ് ഓഫ് എംപ്ലോയീസ് ഫോർ സെർട്ടൻ പീരിയഡ് ആൻഡ് റിറ്റൻഷൻ ഓഫ് എംപ്ലോയീസ് ഇസ് ഡിഫിക്കൽട്ട് അണ്ടർ ഓൾ സർക്കംസ്റ്റൻസസ്. അപ്പം ആദ്യം ഒന്ന് എന്ത് കൊടുത്തു നോക്കും, ലേ ഓഫ് ചെയ്ത് നോക്കും, ഒരു 2 മാസമൊക്കെ പൂട്ടി നോക്കും, അത് കഴിഞ്ഞിട്ടാണ് റീട്രെഞ്ച്മെൻറ്റ് വരിക. അപ്പോൾ റീട്രെഞ്ച്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് മസ്റ്റ് ബി മെയ്ഡ് സബ്ജക്ട് ടു ദ ലീഗൽ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ റീട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Permanent termination of an employee services for economic reasons. ഓക്കെ, അപ്പം ലേ ഓഫും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻ റീട്രെഞ്ച്മെൻറ്റ് എംപ്ലോയി സ്റ്റോപ്സ് ബീയിങ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. നേരെ മറിച്ചിട്ട് ഇതിൽ എന്തില്ല, ലേ ഓഫിൽ 2 മാസം കഴിഞ്ഞാൽ റീകോൾ ചെയ്യും. 2 എത്ര മാസമാണ് നിങ്ങൾ അടച്ചു പൂട്ടുന്നതെന്ന് വെച്ചാൽ. അതേപോലെ ഡിസ്മിസലും റീട്രെഞ്ച്മെൻറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു തന്നിട്ടുണ്ടായത്, ടെർമിനേഷൻ ഓഫ് ഡിസിപ്ലിനറി മെഷറിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയീസിനെ പിരിച്ചുവിടുന്നതാണ്. നേരെ മറിച്ച് റീട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോഴ്സ്ഡ് ഓൺ ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഡിസ്മിസ്ഡ്, അതായത് റീട്രെഞ്ച്മെൻറ്റ് ഇസ് ഫോഴ്സ്ഡ് ഓൺ ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇറ്റ് ഈസ് ഡിസ്മിസ്ഡ് ബിക്കോസ് ഓഫ് ദി ഫോൾട്ട് ഓഫ് ദി എംപ്ലോയി. ഓൺ റീട്രെഞ്ച്മെൻറ്റ് എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്, സർവീസ് ഓഫ് സെവറൽ എംപ്ലോയീസ് ഇസ് ടെർമിനേറ്റഡ് ആൻഡ് ഇൻ ഡിസ്മിസൽ ദ സർവീസസ് ഓഫ് ഓൺലി ഫ്യൂ എംപ്ലോയി ഇസ് ടെർമിനേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമും പറഞ്ഞു കഴിഞ്ഞതാണ്. വോളണ്ടറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെപ്പറേഷൻ വെയർ സർപ്ലസ് ലേബർ ഇസ് റെഡ്യൂസ്ഡ് ബൈ പേയിങ് ദം ആൻഡ് സം കോമ്പൻസേഷൻ. അതായത് മാനേജ്മെൻറ്റ് പ്രിഫർ ടു പേ FT sums and reduce staff strength than retaining surplus labor and continuing them to pay കോമ്പൻസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് കൂടാതെ ഒന്നും കൂടെ പറയുന്നുണ്ട്, ഡൗൺ സൈസിങ് എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ ഡൗൺ സൈസിങ്ങും ഇൻവോളണ്ടറിയിൽ വരുന്നതാണ്, നിങ്ങളെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല, പക്ഷെ മനസ്സിലാക്കി വെച്ചോളൂ. ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്യുന്നത് ആസ് പാർട്ട് ഓഫ് റീസ്ട്രക്ചറിങ് ഓർ റീസൈസിങ് ദി ഓർഗനൈസേഷൻ. അതായത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്താവുന്നുണ്ടെന്നാണ് പറയുന്നത്, ഓർഗനൈസേഷൻ ഇസ് ഫോഴ്സ് ടു എന്താ പറയുക, കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ്, റിസോർട്ടിങ് ടു കോസ്റ്റ് കട്ടിങ് മെഷേഴ്സ്. അതായത് എത്രയും ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യും, റീസ്ട്രക്ചറിങ് ഓർ ഡൗൺ സൈസിങ് ചെയ്യും. ഇപ്പം അതിനെ പറയുന്ന പേരാണ് ജസ്റ്റ് സൈസിങ് എന്ന് പറയും കേട്ടോ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ദ സൈസ് ഓഫ് എംപ്ലോയീസ് ഓർ എന്താ പറയുക, മൂവിങ് ടു എ ലീൻ ഓർഗനൈസേഷൻ. ലീനാണ്, LEAN, ലീൻ ഓർഗനൈസേഷൻ ആസ് പാർട്ട് ഓഫ് കോസ്റ്റ് റെഡ്യൂസിങ് മെഷേഴ്സ്. അതായത് എക്സസ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് ദേ ആർ ഓഫേർഡ് ഹാൻസം കോമ്പൻസേഷൻ ഫോർ ലീവിങ് ദി ഓർഗനൈസേഷൻ. എന്തായാലും ഇതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് വിച്ച് ഈസ് ഒപ്പോസ്ഡ് ബൈ ട്രേഡ് യൂണിയൻസ് ആൻഡ് ലേബർ ലോസ് ഓഫ് ദി കൺട്രി. ഓക്കെ.